ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. ഷോപ്പിംഗ് ചെയ്യാൻ പോകുന്നത് മലപ്പുറം ഹൈപ്പർ മാർക്കറ്റായ ജാം ജൂമിലോട്ടാണ് കേട്ടോ. അപ്പോൾ അതിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. അങ്ങനെ ജാം ജൂമിൽ എത്താറായിക്കൊണ്ടിരിക്കണം, അതാ എത്തിപ്പോയി. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാനും വേണ്ടിയിട്ട് താഴോട്ട് പോയപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടോ, ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ക്ലീൻ ആക്കാനും വേണ്ടിയിട്ട് ഈ ഒരു ഇതിൽ നല്ലോണം ബാഡ് സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. ഇതിന് തിരഞ്ഞെടുത്തിട്ടാണ് നമ്മൾ അവിടെ ഫ്രൂട്ട്സും ഇതൊക്കെ നമ്മളവിടെ തിരഞ്ഞെടുക്കുന്നത്. അവർ ഈ ഇതിൽ നിന്ന് തിരഞ്ഞെടുത്ത് അവിടെ കൊണ്ടുപോയിക്കും, അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കും. അങ്ങനെ എന്നും ചെയ്യുന്നത് പോലെ തന്നെ ലിഫ്റ്റിൻ്റെ മുമ്പിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞളിക്കുകയാണ് കേട്ടോ. അതിനുശേഷം അവിടെ എത്തിയ പാടന്നെ ഹസ്ബൻഡ് ഫ്രൂട്ട്സിൻ്റെ ഭാഗത്തേക്കാണ്ട് പാഞ്ഞ് എടുത്ത് അതിൻ്റെ മേൽക്കാണ് വീണിക്കണം. ഞാനാണെങ്കിലോ കുറച്ച് നേരം അവിടെ ചുറ്റിക്കറങ്ങിയതിന് ശേഷം നമുക്ക് വെജിറ്റബിൾ ആണല്ലോ വേണ്ടത്, അങ്ങനെ ഞാനും അതിന്മേൽ പാഞ്ഞെടുത്തേക്കണം. അതിന് ശേഷമാണ് ഈ ഒരു സെക്ഷൻ കണ്ടത്. ഇതിൽ നല്ലോണം റേറ്റുള്ള ഐറ്റംസാണ്, അതുകൊണ്ട് തന്നെ ഇഷ്മോക്ക് കണ്ണതീക്കേ പോവുള്ളൂ. അങ്ങനെ അവിടെ കണ്ടൊരു കാഴ്ച കേട്ടോ, ചെറുപയർ മുളപ്പിക്കാൻ വെച്ചത്. എന്താല്ലേ അവസ്ഥ, ഏത് സാധനം ഇപ്പോൾ മാർക്കറ്റിൽ നല്ല റേറ്റിങ്ങിലാണ്. അങ്ങനെ ഇഷ്മോൾ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ നല്ല റേറ്റ് കൊണ്ട് തന്നെ അതൊന്നും അങ്ങോട്ട് വാങ്ങിച്ചില്ല കേട്ടോ. അവൾക്ക് വേണ്ടത് ബ്ലൂബെറി ബ്ലാക്ക്ബെറി അങ്ങനത്തെ ബെറീസ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കയ്യിലെ കാശ് ഒന്നങ്ങോട്ട് പൊട്ടും പറഞ്ഞിട്ട് അതങ്ങോട്ട് വാങ്ങിയിട്ടില്ല. ഈ ഒരു മുന്തിരിയെ കണ്ടില്ലേ. പിന്നെ ഈ ഒരു സെക്ഷൻ കണ്ടു. അങ്ങനെ അവിടെയൊക്കെ കണ്ട് കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഈ ഒരു ഇത് കണ്ടത്. 130 രൂപയാണ് കേട്ടോ ഈ ഒരു സലാഡിൻ്റെ ഒരു ബോക്സിന് വരുന്നത്. ഇതിലെന്തോ ഒരു സോസും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ടുള്ളത് എന്താണ്, ക്യാബേജ് താഴത്ത് അങ്ങോട്ട് ഫില്ല് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ മുകളിലായിട്ട് കുറച്ച് ഐറ്റംസും വെച്ചിട്ടുണ്ടായിരുന്നു, ഒലീവ് പിന്നെ അങ്ങനത്തെയൊക്കെ കുറച്ച് ഐറ്റം. അതിനുശേഷം മുകളിലത്തെ സെക്ഷനിലാണ് കേട്ടോ ഈ ഒരു ക്യൂട്ട്നെസ് ഉള്ള കുറച്ച് ഐറ്റംസ് കണ്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, ഇത് പറയാനൊന്നുമില്ല, അടിപൊളിയായിരുന്നു. നമുക്ക് കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനോ ബർത്ത്ഡേക്കൊക്കെ അങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് സമയം ചുറ്റി പറ്റിയതിന് ശേഷം ബില്ലാക്കാനും വേണ്ടിയിട്ട് വന്നു കേട്ടോ. ബില്ല് പേ ചെയ്തപ്പോൾ ഭയങ്കര അത്ഭുതമായിപ്പോയി. കുറച്ച് സാധനമുള്ളൂ, പക്ഷെ നല്ലതുപോലെ അങ്ങോട്ട് ബില്ല് കണ്ണ് തള്ളിപ്പോയി. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോകുന്ന വഴിവക്കിൽ വെച്ചിട്ടാണ് കേട്ടോ ഇളനീറിൻ്റെ ഈ ഒരു ഷോപ്പ് കണ്ടത്. അങ്ങനെ അവിടെ നിന്ന് 2 ഇളനീര് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കുടിക്കാനും വേണ്ടി ഇളനീരോ കരിക്കാണ് കേട്ടോ. അങ്ങനെ കരിക്ക് കുടിക്കാനും വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഇഷ്മോൾ ഉപ്പിലിട്ടത് എന്നൊക്കെ വാങ്ങാനും വേണ്ടിയിട്ട് കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ അവൾക്ക് ഉപ്പിലിട്ടൊന്നും തിന്നാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ എന്താണ് കരിക്ക് അയാൾ വെട്ടി തന്നു, നല്ല അടിപൊളിയായിരുന്നു. അവിടെ നല്ല റേറ്റ് വന്നിട്ടുണ്ട്, 60 രൂപയായിരുന്നു കേട്ടോ ഈ ഒരു കരിക്കിന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ 40 രൂപ ഉള്ളായിരുന്നു. അങ്ങനെ അവിടെ നിന്നും തിരിച്ചു പോകുന്ന ടൈമിലാണ് വഴിവക്കിൽ ഉപ്പ ഉണ്ടായിരുന്നു. ഇഷ്മോൾക്ക് ചക്ക വേണമായിരുന്നു. ഈ ഒരു സീസൺ ഇല്ലാത്ത ടൈമിൽ ഉപ്പ എങ്ങനെയൊക്കെയോ ചക്ക ഒപ്പിച്ച് അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.